അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ മോതിരം ദേവൂട്ടിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ആ മോതിരം കയ്യിൽ നിന്ന് പോയാ ശ്രീകലാമ്മയ്ക്ക് വീണ്ടും സംസാരശേഷി പോവോന്നുള്ള പേടിയാ. അതുകൊണ്ടാ ശ്രീകലാമ്മ അത് വിട്ടുതരാൻ മടിക്കുന്നത്. അങ്ങനെ ഒരു ഉത്കണ്ഠ അമ്മയ്ക്ക് വേണ്ട. ആ മോതിരം തിരിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് അമ്മയ്ക്കോ ഇവിടെ ഉള്ളവർക്കോ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ആ മോതിരം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ദേവൂട്ടിക്ക് അതുകൊണ്ട് ആപത്തുകൾ സംഭവിക്കും. അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞാൻ അമ്മയോട് അത് തിരിച്ചേൽപ്പിക്കാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ശരി, അവളുടെ രക്ഷയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ മോതിരം തിരിച്ചേൽപ്പിക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട് സന്ദീപേ. നിനക്ക് അവളുടെ രക്ഷ പോലെ പ്രധാനമാണ് എനിക്ക് എന്റെ മോന്റെ രക്ഷയും. നീ ഇപ്പൊ പറഞ്ഞല്ലോ അവളുടെ രക്ഷയാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന്. അതുപോലെ എനിക്ക് നിന്റെ കാര്യത്തിലും അത് നിർബന്ധമാണ്. നീ നാളെ ഞങ്ങളോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചു വരാന്ന് സമ്മതിച്ചാലേ ഞാൻ ഈ മോതിരം അവക്ക് കൊടുത്തേക്കാം. എന്തു പറയുന്നു? പിന്നെ ഒരു കാര്യം കൂടി, ഒരിക്കലും അവളെ കാണാനോ സ്നേഹബന്ധം പുലർത്താനോ നീ ഇങ്ങോട്ട് വരാനും പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മോതിരം ഞാൻ ദേവൂട്ടിക്ക് തിരിച്ചു നൽകാം. എന്താ? ദേവൂട്ടിയുടെ രക്ഷയാ സന്ദീപ് സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ശ്രീകലാമ്മ പറയുന്നത് സമ്മതിക്കുന്നതല്ലേ നല്ലത്. ശരി, അമ്മ പറഞ്ഞതൊക്കെ എനിക്ക് സമ്മതമാണ്. ആ, അങ്ങനെ നീ മാത്രം സമ്മതിച്ചാ പോരാ. എല്ലാ കാര്യങ്ങളിലും നീ അഭിപ്രായം ചോദിക്കുന്ന വിദ്യാമ്മയുണ്ടല്ലോ, അവരുടെ മുന്നിൽ വെച്ച് നീ എനിക്ക് വാക്ക് തരണം. ഇത് വലിയ കഷ്ടമാണ് അമ്മേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വാസമില്ലേ? വെറുതെ എന്തിനാ ആ വിദ്യാമ്മയെ കൂടെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? വെറുതെ അല്ല, അവരാണല്ലോ നിന്റെ ഇപ്പോഴത്തെ തലതൊട്ടമ്മ. അവരുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്താ നീ അത് പാലിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാ അവരെ സാക്ഷിയാക്കി സത്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അത്രയ്ക്കൊക്കെ വേണം ശ്രീകലാമ്മേ? വേണം. എന്റെ മകന്റെ രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയേ പറ്റൂ. ശ്രീകലാമ്മ അങ്ങനെ വാശി പിടിച്ചത് നന്നായി. വിദ്യാമ്മയുടെ മുന്നിൽ വെച്ച് വാക്ക് തന്ന പിന്നീട് ഒരിക്കലും സന്ദീപ് അത് തെറ്റിക്കില്ല. ഇനി അഥവാ അതിന്ന് മാറാൻ സന്ദീപ് ശ്രമിച്ചാലും വിദ്യാമ്മ അതിന് സമ്മതിക്കുകയില്ല. അതറിയാവുന്നതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു ഉപാധി അവന്റെ മുന്നിൽ വെച്ചത്. വരട്ടെ, ഇനി അവനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഇനി പേടിക്കാൻ ഒന്നുമില്ല തിരുമേനി. സാക്ഷാൽ മൂകാംബിക അമ്മയുടെ അനുഗ്രഹാശിസുകൾ ധാരാളമുള്ള കുട്ടിയല്ലേ ശിവപ്രിയ. അമ്മ അവളെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്നുണ്ട്. റിസൾട്ടുകളെല്ലാം അനുകൂലമാണ്. ശിവപ്രിയ മോൾക്ക് ഇനി ഒരു കുഴപ്പമില്ല. അമ്മേ ദേവി, എന്റെ മൂകാംബി അമ്മ, എന്റെ മോളെ അവിടത്തെ കാത്തല്ലോ. ഒരുപാട് നന്ദി. മോക്കിപ്പോ സന്തോഷമായോ? സന്തോഷായെങ്കിൽ അങ്കിളും വിദ്യാമ്മയും എന്നെ മരണത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചേ. അതെ അതെ, വിദ്യാമ്മയുടെ പ്രാർത്ഥന ശരിക്കും മൂകാംബിക ദേവി കേട്ടു.